ഹായ് ഗായ്സ്, ഇന്നുണ്ടല്ലോ ഞാനും മിഞ്ചാറിനും കൂടെ കോയമ്പത്തൂർ വരെ ട്രെയിന് പോകുന്ന ഒരു യാത്രാവിശേഷമാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ട്രെയിന് പോകാൻ വേണ്ടി നിൽക്കുവാണേ. ഇപ്പോൾ ട്രെയിൻ വന്നിട്ടുണ്ട്. ശബരി എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ കയറിയത്. അങ്ങനെ ഞങ്ങൾ കയറി വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്ന് വിഞ്ചാൻ അങ്ങനെ ട്രെയിന് പോയിട്ടില്ല. നേരത്തെ കണ്ട് പോയിട്ടേ ഉള്ളൂ. വിഞ്ചാൻ എപ്പോഴും കാർ കൊണ്ടല്ലേ തമിഴ്നാടിനും എല്ലാം പോകുന്നത്. അപ്പോൾ വിഞ്ചാൻ അങ്ങനെ പോയിട്ടില്ല. പിന്നെ ഞാൻ വിഞ്ചാനം കാണാതെയാണ് ചോറൊക്കെ പൊയിഞ്ഞെടുത്ത്. എന്നോട് ചോറൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ചോറൊക്കെ പൊയിഞ്ഞെടുത്തു. രാവിലെ ആയിട്ട് ഞാൻ ചോറൊക്കെ ഉണ്ടാക്കി പൊയിഞ്ഞെടുത്തു. വിഞ്ചാരം കണ്ടില്ല. ചോറും വെള്ളമൊക്കെ എടുത്ത് ഞാൻ ബാഗിനകത്ത് വെച്ചിരുന്നു. ഇതെന്നെ ബാഗിന് ഇത്ര കനമെന്നൊക്കെ എന്നോട് ഇടയ്ക്കൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് എല്ലാവരും എല്ലാവരുടെയും കയ്യിൽ തന്നെ പൊതിയുണ്ടായിരുന്നു. എല്ലാവരും കഴിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാനും പറഞ്ഞു നമുക്കും കഴിക്കണ്ടേ, നമ്മൾ 3:30-4 മണിയൊക്കെ ആകുമല്ലേ ചെല്ലുമ്പോൾ എന്നും പറഞ്ഞ് പൊതി എടുത്ത് കൊടുത്തപ്പോഴാണ് ഞാൻ പറഞ്ഞു പൊതി ഞാൻ കെട്ടിക്കൊണ്ടുവന്നല്ലേ തിന്നണമെന്ന് പറഞ്ഞപ്പോൾ തിന്നു. അങ്ങനെ ഞങ്ങൾ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ കോയമ്പത്തൂർ വന്ന് ഇറങ്ങിയേ. എന്നിട്ട് ഞങ്ങൾ അതിലേക്ക് ഇറങ്ങി നടന്ന് ഒരു ബസ്സിനുമൊക്കെ കയറിയാണ് ഞങ്ങൾ ഹോട്ടലിൽ വന്നത്. ബസ് കയറാൻ വേണ്ടി പോകുന്ന വഴിയാണേ. അപ്പോൾ അവിടെ 2 മലയാളി പയ്യന്മാരുണ്ടായിരുന്നു. അവർ ഞങ്ങളോട് പറഞ്ഞൊക്കെ തന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ അതിന് കയറിയാണ് പോകുന്നത്. ഈ സാധനത്തിൽ നിന്ന് ഞാൻ അങ്ങനെ കയറിയിട്ടില്ല. വിഞ്ചാരം കയറിയിട്ടുണ്ട്. വിഞ്ചാരം മുന്നിൽ അങ്ങ് പോയി. അപ്പോൾ എനിക്കാണ് ഞാൻ കയറാത്തതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി ഞാനവിടെ അങ്ങ് നിന്നു. പിന്നെ അവർ തന്നെ ഇറങ്ങി പോകുമല്ലോ, ഇറക്കി വിട്ടു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ആ പിള്ളേരെ ഞങ്ങൾക്ക് പറഞ്ഞൊക്കെ തന്നെ. എന്നിട്ട് ഞങ്ങൾ പോയി. ഞങ്ങൾക്ക് അവിടെ ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ മുറിയെടുത്ത് കുളിച്ച് റെഡിയായപ്പം അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിൽ പോയി തൊഴുതു. നല്ലൊരു അമ്പലമായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് പ്രസാദമൊക്കെ കിട്ടി. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങുവാണേ. തിരിച്ചിറങ്ങി ഞങ്ങൾ ഒരു പിന്നെ ഹോട്ടലിൽ കയറി നെയ് റോസ്റ്റൊക്കെ കഴിച്ച് നെയ് റോസ്റ്റ് കഴിക്കുവാണ്. നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു ഫുഡ്. ഞാൻ കൂടുതൽ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് ഇവിടുത്തെ ഫുഡ് പിടിച്ചില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് ഹോട്ടലിലോട്ട് വരുന്ന വഴിക്ക് ഒരു ചേച്ചി പൂവമ്പഴം വിൽക്കുന്നുണ്ട്. വിഞ്ചാരം ഭയങ്കര ഇഷ്ടമാണ്. വിഞ്ചാരം അത് വാങ്ങിച്ച് കഴിച്ച്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവരൊരു പഴം കൂടെ കൂടുതലിട്ട്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴി അതും കഴിച്ചുകൊണ്ട് ഹോട്ടലിലോട്ട് വരുക. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യാത്തവർ ലൈക്ക് അടിക്കാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്താലേ നമുക്കൊരു വിജയമുള്ളൂ.